എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. സംസ്കൃത സർവകലാശാല കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഭാരതീയ സാഹിത്യ ചിന്തകൾക്കൊരാമുഖം എന്ന ഈ വെബിനാറിലേക്ക് എന്നെ സ്നേഹപൂർവ്വം ക്ഷണിച്ച കൊയിലാണ്ടി പ്രാദേശിക കേന്ദ്രം മലയാള വകുപ്പ് അധ്യക്ഷനും സുഹൃത്തുമായിട്ടുള്ള ഡോക്ടർ ജി രഘുകുമാറിനോട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സുഹൃത്തുക്കളോടും ആദ്യമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ സെമിനാറിനെ അടുത്ത് വീക്ഷിച്ചപ്പോൾ അതിലെ മിക്കവാറും പ്രബന്ധങ്ങൾ ഈ ഒരു വിഷയത്തോട് കൃത്യമായിട്ടും കൂറുപുലർത്തുന്ന വിഷയങ്ങളാണ്. ഭാരതീയ കാവ്യ സിദ്ധാന്തത്തിലെ ഓരോ മേഖലകൾ വിശകലനം ചെയ്യുന്ന പേപ്പറുകളായിട്ടാണ് അവ സംവിധാനിച്ചിരിക്കുന്നത്. ആ പ്രബന്ധങ്ങളിൽ നിന്ന് നേരിയ വ്യത്യാസം ഞാൻ അവതരിപ്പിക്കുന്ന ഈ ചിന്തകൾക്കുണ്ട് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു വയ്ക്കട്ടെ. ഭാരതീയ കാവ്യശാസ്ത്രം അറബിയുടെ പാഠങ്ങൾ എന്നാണ് ഈ ഒരു പ്രബന്ധത്തിന് ശീർഷകം നൽകിയിരിക്കുന്നത്. അതും എൻ്റെ സ്വന്തമായ നിരീക്ഷണത്തിൽ നിന്നുള്ള കാര്യങ്ങളെന്നതിനേക്കാൾ ഭാരതീയ കാവ്യശാസ്ത്രത്തിൻ്റെ ചരിത്രം, സംസ്കാരം, അതിൻ്റെ വളർച്ച, അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങൾ, കോളനി കാലഘട്ടത്തോടുകൂടി സംസ്കൃത കാവ്യ മീമാംസയ്ക്ക് വന്ന് ഭവിക്കുന്ന പ്രശ്നങ്ങൾ, രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നിവയൊക്കെ വിലയിരുത്തുന്ന കാര്യമായിട്ടുള്ള ആലോചനകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഒരാളാണ് GN ഡേവി. അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളെ, വായിച്ചറിഞ്ഞ ചില നിരീക്ഷണങ്ങളെ നിങ്ങളോട് പങ്കുവെക്കുക മാത്രമാണ് ഈ ഒരു വെബിനാറിൽ എൻ്റെ ഈ ഒരു സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ പേപ്പർ അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സൗകര്യത്തിന് വേണ്ടി ഇത് നിങ്ങളുടെ മുമ്പിൽ വായിച്ചവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും സശ്രദ്ധം വീക്ഷിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ലാവണ്യശാസ്ത്രത്തെ കാവ്യമീമാംസ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അലങ്കാരശാസ്ത്രം എന്നാണ് വ്യാപകമായി സംസ്കൃതത്തിൽ പ്രയോഗിച്ചു പോകുന്നത്. അലങ്കാരശാസ്ത്രം എന്ന ഇംഗ്ലീഷിൽ വ്യവഹരിച്ചു പോരുന്ന റെറ്റോറിക്സ് എന്ന വ്യവഹാര വിവക്ഷയേക്കാൾ വ്യാപ്തമായ അർത്ഥം സംസ്കൃത ആലങ്കാരിക ശാസ്ത്രത്തിൽ അതിനുണ്ട് എന്നർത്ഥം. ഭരതന്റെ നാട്യശാസ്ത്രം മുതൽക്കാണ് ഭാരതീയ നാട്യകാവ്യ ശാസ്ത്രങ്ങളെക്കുറിച്ചുള്ള ആദിമ ധാരണകൾ രൂപപ്പെട്ടു വരുന്നത്. BC 200-നും AD 200-നും മധ്യയുള്ള കാലഘട്ടമാണ് പൊതുവെ നാട്യശാസ്ത്രത്തിൻ്റെ കാലമായി പണ്ഡിതന്മാർ പരിഗണിച്ചു പോയി. നാട്യശാസ്ത്രത്തെ പഞ്ചമവേദമായിട്ടാണ് വിലയിരുത്തിപ്പോരുന്നത്. മറ്റ് പുരാതന സംസ്കാരങ്ങളിലെന്ന പോലെ നാട്യത്തെക്കുറിച്ചുള്ള ലാവണ്യ സങ്കല്പനങ്ങളാണ് ഭാരതീയ കാവ്യശാസ്ത്രത്തിനും ബീജാവാപം ചെയ്തത് എന്ന് പറയാറുണ്ട്. ദൃശ്യകാവ്യമായിട്ടാണ് ഭാരതീയ നാടകത്തെ പരിഗണിച്ചു പോന്നിട്ടുള്ളത്. ഒരുപക്ഷെ ഗ്രീക്ക് നാട്യസങ്കല്പത്തിൽ അധിഷ്ഠിതമായ കാവ്യസങ്കല്പങ്ങളിൽ നിന്ന് സങ്കല്പനപരമായ വ്യത്യാസം ഇതുതന്നെ എന്ന് പറയാവുന്നതാണ്. രംഗസംവിധാനം, നാടകാവതരണം, നൃത്തം, ഗീതം മുതലായ ദൃശ്യ ശ്രാവ്യ കലകളുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ശാസ്ത്രീയമായ അപഗ്രഥനമാണ് നാട്യശാസ്ത്രം. ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ മൂലസിദ്ധാന്തമായ രസസിദ്ധാന്തം
ഭരതമുനിയുടെ നാട്യസൂത്രത്തെ ആധാരമാക്കി വികസിച്ചു വന്നവയും ഭാരതീയ അലങ്കാര കാവ്യ മീമാംസയെ മുഴുവൻ അടക്കി ഭരിക്കുന്നവയുമാണ്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 8 മുഖ്യ രസങ്ങളെയും സ്ഥായി ഭാവങ്ങളെയും നാട്യശാസ്ത്രം വിഭാവനം ചെയ്യുന്നുണ്ടെങ്കിലും കാവ്യത്തിൻ്റെയും നാട്യത്തിൻ്റെയും പരമമായ ലക്ഷ്യം ആനന്ദമായി അത് പ്രഖ്യാപിക്കും. ഭരതൻ്റെ നാട്യസൂത്രത്തിന് പുനരാഖ്യാനം എന്നോണം അവയുടെ പല ഉപപത്തികളെ ആധാരമാക്കി വികസിച്ചു വന്ന രസസിദ്ധാന്ത ചർച്ച മീമാംസകരായ ഭട്ടലോലടൻ്റെ ഉൽപ്പത്തിവാദം, ശ്രീശങ്കുകൻ്റെ അനുമതിവാദം തിയറി ഓഫ് ഇൻഫറൻസ്, ഭട്ടനായകൻ്റെ മുക്തിവാദം എസ്തേറ്റിക് എൻജോയ്മെൻറ്റ്, അഭിനവഗുപ്തൻ്റെ അഭിവ്യക്തിവാദം തിയറി ഓഫ് എക്സ്പ്രഷൻ തുടങ്ങിയ സിദ്ധാന്തങ്ങളുടെ രസസിദ്ധാന്ത ചർച്ചയായി മാറി. രസം അഥവാ ഡിലൈറ്റ് ആരിലാണ്, ഏത് സന്ദർഭത്തിൽ, എങ്ങനെ ഉത്ഭൂതമാകുന്നു എന്നും ഭാരതീയ വേദാന്ത താത്വിക യുക്തികളിൽ നിന്നുകൊണ്ടുള്ള വിമർശന അപഗ്രഥനങ്ങളാണ് ഇവ. പാഠം, ടെക്സ്റ്റ്, കഥാപാത്രം, ക്യാരക്ടർ, കാണി അഥവാ സഹൃദയൻ സ്പെക്ടേറ്റർ എന്നീ ഘടകങ്ങളെ മുൻനിർത്തിയാണ് രസചർച്ച വികസിക്കുന്നത്. ആനന്ദം എന്ന തത്വത്തിൽ ഊന്നിയാണ് രസാസ്വാദം എന്ന പ്രക്രിയയെ അപഗ്രഥിക്കുന്നത് എന്ന് പറഞ്ഞുവല്ലോ. നാട്യമായാലും കാവ്യമായാലും ഭ്രമസമാനമായ ഒരാസ്വാദന ലക്ഷ്യത്തെയാണ് ഇവയെല്ലാം സങ്കല്പിക്കുന്നത് എന്നർത്ഥം. അഭിനവഗുപ്തൻ്റെ ഭഗ്നാവരണ ചിദാനന്ദം എന്ന തത്വം ബ്രഹ്മസമാനമായൊരു രസ സംയോഗത്തെ മുൻനിർത്തിയുള്ളതാണ്. രസം എന്നത് സുഖ ദുഃഖൈകമല്ല, പരമാനന്ദമയമാണ് എന്നാണ് കാതലായ അർത്ഥം. ആത്മജ്ഞാനത്താൽ വിശ്രാന്തമാകുന്ന സംവിദ്വിശ്രാന്തി എന്നും അഭിനവഗുപ്തൻ പറയുന്നു. ഏറ്റവും രസനീയമായ മുഹൂർത്തമത്രേ അത്. കാവ്യമായാലും നാട്യമായാലും സഹൃദയൻ്റെ രസതന്ത്ര വിന്യാസത്തിൽ സംഭവിക്കുന്നത് ഈ ഒരു ആത്മീയമായ ആനന്ദ യോഗമാണ് എന്ന് പറയാം. AD 6-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെയുള്ള കാലയളവിൽ മുഖ്യമായും കാശ്മീരദേശത്തെ മീമാംസകരാൽ ഉണ്ടാക്കപ്പെട്ടവയാണ് ഭാരതീയ കാവ്യശാസ്ത്രം അല്ലെങ്കിൽ അലങ്കാരശാസ്ത്രം എന്ന് പറയുന്നത്. അലങ്കാരം, അനുമാനം, രീതി, രസം, വക്രോക്തി, ധ്വനി തുടങ്ങിയ കാവ്യശാസ്ത്ര പദ്ധതികളാണ് ഈ മീമാംസയുടെ സംക്ഷിപ്തം. ഭാമഹൻ മുതൽ ജഗന്നാഥ പണ്ഡിതർ വരെയുള്ള മീമാംസകരുടെ ഒരു നീണ്ട നിര ഇവിടെ കാണും. ഏത് കാലത്തെ കാവ്യശാസ്ത്രമായാലും അല്ലെങ്കിൽ ലാവണ്യശാസ്ത്രമായാലും അതത് കാലത്തിലെയും അക്കാല വിജ്ഞാനീയങ്ങളുടെയും താത്വിക പരിജ്ഞാനം അവയെ ഭരിക്കും. പ്രതിഭാസ വിജ്ഞാനീയം അഥവാ ഫിനോമിനോളജി, വ്യാഖ്യാനശാസ്ത്രം, ഹെർമന്യൂട്ടിക്സ് എന്നിവ എക്കാലത്തെയും കാവ്യശാസ്ത്ര നിർമ്മാണത്തിലും അതിൻ്റെ സാക്ഷാത്കാര്യത്തിലും കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പ്രതിഭാസ വിജ്ഞാനീയം അതത് കാലത്തെ വിഭിന്ന രീതിയിലുള്ള തത്വവിചാരങ്ങൾക്ക് കളമൊരുക്കുന്നു. ഓരോ കാലഘട്ടത്തെയും മനുഷ്യ സാമൂഹ്യബോധത്തിൻ്റെ അതിൻ്റെ മുഖ്യ ഘടനയെ നിർമ്മിച്ച് നിലനിർത്തുന്നത് ഫിനോമിനോളജി ആണ് എന്ന് അർത്ഥം. അവയുടെ തണലിലുണ്ടാകുന്ന മുഖ്യ വ്യവഹാരങ്ങളുടെ അതത് കാലത്തെ അപഗ്രഥന രീതികളെയും അതിനവലംബമായ താത്വിക വിചാരങ്ങളെയുമാണ് സമ്മിശ്ര അർത്ഥത്തിൽ വ്യാഖ്യാനശാസ്ത്രം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഈ ഡേവിയുടെ ആലോചനകളിലേക്ക് വരുന്നതിന് മുമ്പ് ഭാരതീയ കാവ്യശാസ്ത്രം മുഖ്യമായിട്ടും പിന്നിട്ട അതിൻ്റെ ഒരു മേഖല, അതും രസസിദ്ധാന്തത്തിൽ നിന്ന് തുടങ്ങിയ അതിൻ്റെ ഒരു തുടക്കം, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ, സഹൃദയനും കവിയും അല്ലെങ്കിൽ കവിതയും തമ്മിലുള്ള ബന്ധം, ആസ്വാദനത്തിൽ അത് ഊന്നുന്ന സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അതീന്ദ്രിയപരമായിട്ടുള്ള ഒരു യോഗ അനുഭൂതി, ഇതൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും പാശ്ചാത്യ
കാവ്യശാസ്ത്രങ്ങളെ പഠിക്കുമ്പോഴോ പുതിയ കാവ്യശാസ്ത്രങ്ങളെ പഠിക്കുമ്പോഴോ നമുക്ക് കിട്ടാത്ത ചില പരികൽപ്പനകൾ ഭാരതീയ കാവ്യശാസ്ത്രം വഹിക്കുന്നു എന്നുള്ളതാണ്. അതിന് കാരണം രസം എന്നുള്ളത് ഒരു യോഗാനുഭൂതി പോലെ അത് സങ്കല്പിക്കപ്പെടുന്നു. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫിനോമിനോളജിയും അതുപോലെ ഈ ഹെർമന്യൂട്ടിക്സും ഓരോ കാലഘട്ടത്തെയും കാവ്യശാസ്ത്രത്തെ ഏതേത് മട്ടിൽ ഭരിക്കുന്നു, നിയന്ത്രിക്കുന്നു, എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്നൊക്കെ ആലോചിക്കേണ്ടതുണ്ട് എന്ന് രണ്ടാം ഭാഗത്ത് വായിച്ചപ്പോൾ പറഞ്ഞത്. ഇനി ഇത് റെട്രോസ്പെക്റ്റീവ് എന്നുള്ള നിലയ്ക്ക് നിലനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക്, പ്രത്യേകിച്ച് ഡേവിയുടെ ആലോചനകളിലേക്ക് നാം കടക്കുക. എൻ്റെ രണ്ടാം ഭാഗം വായിക്കാണ്. ഭാരതീയ കാവ്യശാസ്ത്രത്തിന് ക്ലാസിക്കൽ ഭാഷയായ സംസ്കൃതവും അത് നിർമ്മിച്ച മത തത്വശാസ്ത്ര വ്യവഹാരങ്ങളുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കാൻ മാറിവരുന്ന പ്രതിഭാസ വിജ്ഞാനവും അതുമായി ബന്ധപ്പെട്ട വ്യാഖ്യാനശാസ്ത്രവും നിർമ്മിക്കുന്ന ജ്ഞാനിമ വ്യത്യാസത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത്. ജി.എൻ. ഡേവി വിഭാവനം ചെയ്ത സംസ്കൃത അലങ്കാര ശാസ്ത്രത്തിൻ്റെ വിസ്മൃതിയെക്കുറിച്ചുള്ള മുഖ്യ പര്യാലോചനകളിലേക്ക് വെളിച്ചം വീശുക മാത്രമാണ് ഈ പ്രബന്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഫ്റ്റർ അംനേഷ്യ, ട്രഡീഷൻ ആൻഡ് ചേഞ്ച് ഇൻ ഇന്ത്യൻ ലിറ്റററി ക്രിറ്റിസം എന്ന കൃതിയിലെ മുഖ്യമായ ചില വിമർശക സൂചകങ്ങളെ അവതരിപ്പിക്കുക മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ വ്യാകരണത്തിലും കാവ്യമീമാംസയിലും നിയാമകങ്ങളായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു വലിയ ആശയലോകം തന്നെ ഭാരതീയ കാവ്യ മീമാംസ എന്നറിയപ്പെടുന്ന അലങ്കാരശാസ്ത്രം തുറന്നിടുകയുണ്ടായി. അതേസമയം ഇന്ത്യൻ ഭാഷകളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് ആലോചിക്കുമ്പോൾ ഇക്കാലമാകുമ്പോഴേക്കും മിക്ക ഭാഷകളിലും കാവ്യകലാ സാഹിത്യ മാതൃകകളും വിമർശന സമ്പ്രദായങ്ങളും രൂഢമൂലമാകുന്നു. മാത്രമല്ല, സംസ്കൃത കാവ്യ മീമാംസകളിൽ തന്നെ ഇന്ത്യൻ ഭാഷകളിൽ പലതിൻ്റെയും ഭാഷാവ്യാകരണ നിർമ്മിതിയിലും നിഘണ്ടു നിർമ്മിതിയിലും കാവ്യരൂപങ്ങളുടെ നിർമ്മിതിയിലും അഗ്രേസരന്മാരായും എടുത്തു പറയേണ്ടവരായിട്ട് ചിലരൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് കാവ്യമീമാംസ കൃതിയായ കാവ്യാനുശാസന രചയിതാവ് ഹേമചന്ദ്രൻ, അദ്ദേഹം ഗുജറാത്തിയാണ്. അതല്ല, ഗുജറാത്തി ഭാഷയിൽ തന്നെ നിരവധി അവിടുത്തെ കാവ്യശാസ്ത്രത്തിനാവട്ടെ അല്ലെങ്കിൽ വിമർശനശാസ്ത്രത്തിനാവട്ടെ, നിഘണ്ടു നിർമ്മാണത്തിനാവട്ടെ, നിഘണ്ടു നിർമ്മാണത്തിലാവട്ടെ, അവിടുത്തെ ഈ കാവ്യശാസ്ത്രപരമായിട്ടുള്ള സങ്കല്പനങ്ങൾ ഉണ്ടാക്കുന്നതിലാവട്ടെ ഒക്കെ മുഖ്യമായിട്ടുള്ള പങ്ക് വഹിച്ച ജൈനനായിട്ടുള്ള ഒരാളാണ്, ജൈനമതക്കാരനാണ് ഹേമചന്ദ്രൻ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അങ്ങനെ ഇപ്പം ജഗന്നാഥ പണ്ഡിതർ തെലുങ്കനാണ്. ജഗന്നാഥ പണ്ഡിതർക്ക് പണ്ഡിതർ എന്ന് പണ്ഡിത ശ്രേഷ്ഠ എന്ന് പദവി നൽകുന്നത് തന്നെ മുഗൾ ചക്രവർത്തിയായിട്ടുള്ള ഷാജഹാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആലങ്കാരികന്മാരുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോൾ കാണാൻ പറ്റും. സംസ്കൃത ഭാഷയും ആർജിച്ച അധികാര ബന്ധങ്ങൾക്കൊപ്പം തന്നെ ഇതരമായ നിരവധി ജ്ഞാനതത്വ വ്യവഹാര മാതൃകകൾ ക്രിസ്തുവർഷാരംഭത്തിന് മുമ്പോ അതിനോടൊപ്പമോ ഇന്ത്യയിൽ സംഭവിച്ചിട്ടുണ്ട്. ജൈന, ബൗദ്ധ, ചാർവാക ദർശനങ്ങളും പിൽക്കാലത്ത് കടന്നു വന്ന ഇസ്ലാമിക ദർശനവും ഒക്കെ അവയിൽ ചിലത് മാത്രമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, കരുത്താർജിച്ചുകൊണ്ടിരുന്ന പ്രാദേശിക ഭാഷാ സംസ്കൃതിയെയും ക്ലാസിക്കൽ സംസ്കൃതത്തെയും അതിൻ്റെ സനാതന വ്യവഹാരങ്ങളെയും പിറകിലേക്ക് മാറ്റി നിർത്തിയ നട സൂചിപ്പിച്ച ഇതര ദർശനങ്ങളെയും മേൽക്കോയ്മ സ്വഭാവത്തോടെ നിയന്ത്രിക്കാൻ പാകത്തിൽ കേന്ദ്രീകൃതമായ ഒരു മൂല്യവ്യവസ്ഥ സംസ്കൃതം ആർജിച്ചിരുന്നു എന്നാണ്. അവ ഇന്ത്യൻ ഭാഷകളിലെ ജ്ഞാന കാവ്യകലാ സംസ്കൃതിയെ നിയന്ത്രിക്കുകയും
സംസ്കൃതം ആർജിച്ച സ്വഭാവത്തിന് അനുഗുണമല്ലാത്തവയെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ട് മാർഗിയായ ചില തോതുകളിലേക്ക് കാവ്യ വിമർശന സമ്പ്രദായങ്ങളെ പരുവപ്പെടുത്തുകയുണ്ടായി എന്ന് ഒരു വിമർശനം ഞാൻ ഉന്നയിക്കുന്നു. ഹേമേന്ദ്രന്റെ കാവ്യാനുശാസനം സംസ്കൃത കൃതിയാണെങ്കിൽ പോലും അദ്ദേഹം 9 തരം വിമർശനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ മിക്ക ഭാഷകളിലുള്ള പലതരത്തിലുള്ള കാവ്യാസ്വാദന കൃതികൾ അല്ലെങ്കിൽ വിമർശന കൃതികൾ അതത് ലോക്കൽ സാഹചര്യവുമായിട്ടും പ്രാദേശിക സാഹചര്യവുമായിട്ടും ബന്ധപ്പെടുത്തി പലതരത്തിലുള്ള വിമർശന സമ്പ്രദായങ്ങളെ ഒരുപക്ഷെ ഉണ്ടാക്കിയിട്ടുണ്ടാവാം. പിൽക്കാലത്ത് നേരത്തെ പറഞ്ഞ പോലെ മാർഗീയായിട്ടുള്ള ഒരു വൻ ആഖ്യാനത്തിൻ്റെ അകത്തേക്ക് ഇതിനൊക്കെ പരുവപ്പെടുത്തിയപ്പോൾ പലതും സംസ്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഒഴിവായി പോവുകയോ തൽക്കാലം പിൻവാങ്ങി നിൽക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഈ കാവ്യാനുശാസനത്തിൽ 9 തരം വിമർശനങ്ങളെ കുറിച്ച് പറയുന്നത് നമ്മുടെ അറിവിലേക്ക് ഞാൻ വായിക്കാം. സൂത്രം, കാരിക, വ്യാഖ്യാനം, വൃത്തി, ഭാഷ്യം, ടിക്ക അസൈൻമെന്റ്, മീമാംസ, സമീക്ഷ, ശാസ്ത്രം തിയറി ഓഫ് ആർട്ട് എന്നിങ്ങനെ. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് മാത്രം. അല്ലെങ്കിൽ സംസ്കൃത ഭാഷയിലും അതിൻ്റെ കാവ്യമീമാംസയിലും നിലനിന്ന പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാൾ വളരെ ഡൈവേഴ്സിബിൾ ആയിട്ടുള്ള തലത്തിൽ, വൈവിധ്യമാർന്ന തലത്തിൽ മിക്ക ഇന്ത്യൻ ഭാഷകളിലും അതതിൻ്റെ കാവ്യശാസ്ത്ര മാതൃകകളും സങ്കല്പനങ്ങളും ഉണ്ടായിരുന്നു. യൂറോപ്യൻ കോളനീകരണത്തോടെ ഇംഗ്ലീഷ് ഭാഷയും സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു വിദേശ ശക്തി കൂടി ഇവിടേക്ക് പ്രവേശിക്കുന്നതും 14ാം ശതകത്തോടെ ഇന്ത്യൻ ഭാഷകളിൽ സജീവമായി തീർന്ന ഭക്തി സാഹിത്യ പ്രസ്ഥാനങ്ങൾ സംസ്കൃത ഇതിഹാസങ്ങളിൽ നിന്നും ഉള്ള പരിഭാഷകളും മറ്റും സ്വീകരിച്ചുകൊണ്ട് തന്നെ വികേന്ദ്രീകൃതമായ ആശയധാരയിൽ നിന്നുകൊണ്ട് സംസ്കൃതത്തിൻ്റെ ക്ലാസിക്കൽ പാരമ്പര്യത്തെ പ്രതിരോധിച്ച ചരിത്രവും നമുക്കുണ്ട്. കാരണം ഈ ഭക്തിസാഹിത്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെ, മിക്ക ഭാഷകളുടെ പഠനങ്ങളൊക്കെ അത് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. വിദേശ ഭാഷകളും യൂറോപ്യൻ സംസ്കാരവും ഇന്ത്യയിലേക്ക് വരുന്നതോടെ ഈ സംഘർഷ മണ്ഡലത്തിൽ ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ആ പാരഡൈം ഷിഫ്റ്റിനകത്താണ് ഇനി മറ്റ് ചിന്താഗതികൾ അവതരിപ്പിക്കേണ്ടത്. മാർഗി ദേശീയ പാരമ്പര്യങ്ങൾക്കകത്തേക്ക് കടന്നു വന്ന ഈ പാരഡൈം ഷിഫ്റ്റിനകത്ത് നടന്ന ജ്ഞാനധാരകളുടെയും കാവ്യവിമർശനത്തിൻ്റെയും വിസ്മൃതികളെക്കുറിച്ചുള്ള പര്യാലോചനകളാണ് GN ഡേവി മുഖ്യ വിഷയമായി നേരത്തെ പറഞ്ഞ ഗ്രന്ഥത്തിൽ ഉന്നയിക്കും. മാർഗി ദേശി ജ്ഞാനകാവ്യ പാരമ്പര്യത്തിനകത്തേക്ക് പാശ്ചാത്യ കാവ്യ സാഹിത്യ അല്ലെങ്കിൽ കാവ്യ പാരമ്പര്യം കൂടി കടന്നത്. ഇന്ത്യൻ വിജ്ഞാനീയങ്ങളുടെ അല്ലെങ്കിൽ ഇൻഡോളജി പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായിട്ടാണ് ആദ്യം ജ്ഞാനവ്യവഹാരാദികളിലേക്കുള്ള കടന്നുകയറ്റം ആരംഭിക്കുന്നത്. ക്രമേണ ആധുനികീകരണത്തിൻ്റെ അല്ലെങ്കിൽ മോഡേണൈസേഷൻ, ആധുനീകരണത്തിൻ്റെ ഭാഗമെന്ന മട്ടിൽ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വിമർശന പാരമ്പര്യത്തിലേക്ക് യഥേഷ്ടം പ്രസരിക്കുന്ന പൗരസ്ത്യവാദപരമായ ഒരു അധികാര സമീപനമായി തന്നെ അവ മാറുകയുണ്ടായി. അപ്പോൾ മെക്കാളെ പ്രഭുവിൻ്റെ പ്രോജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ പ്രോജക്റ്റിനെ കുറിച്ച് നമുക്കറിയാം. അതിനോട് കൂട്ടി വായിക്കപ്പെടേണ്ട വേറൊരു വാക്യം അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ ഇതാണ്. ഡൽഹൌസി പ്രഭു അല്ലെങ്കിൽ ഈ ജനതയെ പരിഷ്കരിക്കുന്നതിനും ഈ ജനതയെ സിവിലൈസ്ഡ് ആക്കുന്നതിനും വേണ്ടി ചെയ്യേണ്ട ധാരകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നമുക്ക് കഴിയുന്നതൊക്കെ ജനതയ്ക്ക് വേണ്ടി ചെയ്യണം, നമ്മുടെ ബോധതലത്തിൽ നിന്നുകൊണ്ട് ചെയ്യണം, അവരുടെ ബോധതലത്തിൽ നിന്നുകൊണ്ടല്ല എന്ന് അദ്ദേഹം പ്രത്യേകിച്ച് പറയും. അതായത് ഈ ജനതയുടെ ബോധതലത്തിൽ നിന്നുകൊണ്ടല്ല,
കോളനിക്കാരുടെ അല്ലെങ്കിൽ കൊളോണിയൽ പീപ്പിളിൻ്റെ ധാരണയിൽ നിന്നുകൊണ്ട്, ബോധതലത്തിൽ നിന്നുകൊണ്ട് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങൾ ഈ ജനതയെ സിവിലൈസ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്യണം എന്നാണ് ഡൽഹൌസി പറഞ്ഞു വെക്കുന്നത്. സംസ്കൃത വ്യവഹാര മാർഗങ്ങളെ സനാതനമെന്നും, അതായത് ഏൻഷ്യൻ്റ് ഒറിജിൻ, പുതുതായി കടന്നു വന്ന യൂറോപ്യൻ ജ്ഞാന സ്വരൂപത്തെ നൂതനമെന്നും, മോഡേൺ, ഇങ്ങനെ രണ്ടായിട്ട് സംജാവൽക്കരിക്കപ്പെടുന്നതാണ്. 19-ാം നൂറ്റാണ്ടിൽ ആരംഭിക്കുകയും 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ഏറെക്കുറെ നിറവേറ്റപ്പെടുകയും ചെയ്ത ദേശീയമായ അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഏകീകരണത്തിലൂടെയും രാജ്യവൽക്കരണത്തിലൂടെയും, ഹോമോജനൈസേഷൻ ആൻഡ് ടെറിട്ടോറിയലൈസേഷൻ, സങ്കല്പിക്കപ്പെട്ട ഈ കൊളോണിയൽ പ്രോജക്റ്റിനകത്ത് ഭാരതീയ കാവ്യശാസ്ത്രം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്കൃത അലങ്കാര ശാസ്ത്രവും പലതരത്തിലുള്ള വിസ്മൃതികൾക്കും വെല്ലുവിളികൾക്കും വിധേയമാവുകയുണ്ടായി. അതിനനുവർത്തകമായ 4 കാരണങ്ങൾ GN ഡേവി ഇങ്ങനെ അവതരിപ്പിക്കുന്നു. 1. സംസ്കൃത ജ്ഞാനകാവ്യ വിമർശനത്തിനകത്ത് തന്നെ നിലക്കൊള്ളുന്ന വൈരുദ്ധ്യങ്ങളും കുറവുകളും അനേകവും വികേന്ദ്രീകൃതമായ ഇന്ത്യൻ ഭാഷകളോടും അവയുടെ മുഖ്യ മീമാംസ പാരമ്പര്യങ്ങളോടും സംസ്കൃത ജ്ഞാന വ്യവഹാരങ്ങൾ വെച്ചു പുലർത്തിയിരുന്ന നിയന്ത്രണ മനോഭാവങ്ങൾ കൊളോണിയൽ ജ്ഞാന പാരമ്പര്യത്തിൻ്റെ വരവോടെ കൂടുതൽ മറനീക്കി പുറത്തു വരുന്നു എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമായിട്ട് അദ്ദേഹം പറയുന്നത്, വൈദേശികാധിനിവേശത്തിൻ്റെ നിരന്തരവും നൂതനവുമായ തരംഗങ്ങളെ ചെറുക്കാനുള്ള ശക്തി ഭൂതകാലത്തിൽ അധിഷ്ഠിതമായി നിലകൊണ്ട സംസ്കൃത കാവ്യ വീക്ഷണങ്ങൾക്ക് ഇല്ലാതെ പോയി. മൂന്നാമത്തെ കാര്യം, കോളനി ഭരണകാലത്ത് നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരുന്ന സാമൂഹിക സാംസ്കാരിക പരിവർത്തനങ്ങൾ മാറ്റി നിർത്തപ്പെട്ട ഭാഷാസ്വത്വങ്ങളെ കൂടുതൽ മുൻനിരയിലേക്ക് കൊണ്ടുപോയി. നാലാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ കുറിച്ചാണ് പിന്നെ നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ടത്. ഭൂതകാലവും വർത്തമാനവും തമ്മിൽ ജൈവബന്ധമറ്റ ഭാഷയും സംസ്കാരവും എന്ന നിലയ്ക്ക് ഇന്ത്യൻ ബുദ്ധിജീവികൾ അടക്കമുള്ളവർ സംസ്കൃതം സംഭാവന ചെയ്ത കാവ്യമീമാംസയുടെ നിശ്ചലത തിരിച്ചറിയുകയും അവയെ മതാത്മകവും ഭാവനാത്മകവുമായ ഒരു ഈടുവെപ്പ് എന്ന് അദ്ദേഹം പ്രയോഗിക്കുന്നത് ഇമേജിനറി പൊസഷൻ എന്ന മതാത്മകവും ഭാവനാത്മകവുമായ ഒരു ഈടുവെപ്പ് മാത്രമായി അതിനെ കാണുകയും ചെയ്തു. ഓർമ്മയുടെ വിസ്മൃതി അല്ലെങ്കിൽ ലോസ് ഓഫ് മെമ്മറി എന്ന രൂപകത്തെ ആശയത്തെ മുൻനിർത്തി ഡേവി നിർത്തിയ 4 കാരണങ്ങളെയും വിപുലീകരിക്കാവുന്നതാണ്. പാശ്ചാത്യരായ ഇൻഡോളജിസ്റ്റുകളെയും കോളനീകൃത കാലത്തെ ഇന്ത്യൻ ബുദ്ധിജീവികളെയും അവരുടെ വ്യവഹാരങ്ങളെ മുൻനിർത്തി ഈ സങ്കല്പനത്തെ കൂടുതൽ വിപുലീകരിക്കാം എന്നുള്ളതത്ര. ഇന്ത്യയിലെ നിരവധി ബുദ്ധിജീവികളെ അദ്ദേഹം ഈ കൂട്ടത്തിൽ പരാമർശിക്കുന്നുണ്ടെങ്കിലും ആനന്ദകുമാരസ്വാമി, രാജാ രവിവർമ്മ എന്നിവരുടെ വിമർശന കലാവ്യവഹാരങ്ങളെക്കുറിച്ചുള്ള ഡേവിയുടെ ആലോചനകളിലേക്ക് നമുക്ക് പോകാം. ആനന്ദകുമാരസ്വാമിയുടെ ഡാൻസ് ഓഫ് ശിവ എന്ന പ്രശസ്ത കലാവിമർശന ഗ്രന്ഥത്തിൽ തെക്കുകിഴക്കൻ ഇന്ത്യയുടെ വേദകല കലാപാരമ്പര്യവും പടിഞ്ഞാറൻ ഗ്രീക്കോ റോമൻ സംസ്കാരവുമായിട്ടുള്ള താരതമ്യം ഒരനായാസ ക്രിയ പോലെ സംഭവിക്കും. ഇന്ത്യൻ ലാവണ്യ ദർശനത്തിനകത്ത് ദേശഭാഷാ സംസ്കൃതിയിലൂടെയും മറ്റും ഉണ്ടായ തുടർച്ചകൾ, അവ വിഭാവനം ചെയ്ത ആധുനിക പ്രവണതകളെ ഈ പഠനം ഗൗരവത്തിലെടുത്തില്ല എന്നത്രേ ഇതിന് നേർക്കുള്ള മുഖ്യമായിട്ടുള്ള വിമർശനം. സനാതനം, ഏൻഷ്യൻ്റ് ഒറിജിൻ എന്ന കൊളോണിയൽ സംവർഗത്തെ തന്നെയാണ് ആനന്ദകുമാരസ്വാമി ഈ താരതമ്യത്തിൽ കൂടുതൽ ആശ്രയിച്ചത് എന്ന് സാരം. ഇനി രാജാ രവിവർമ്മയിലേക്ക് വരുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. രാജാ രവിവർമ്മയുടെ ജീവിതവും കലയും ദർശനവും പരിശോധിച്ചുകൊണ്ട് തൻ്റെ വിമർശനത്തെ ഡേവി കുറെ കൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നു. കോളനി
വാഴ്ചക്കാലത്ത് അവർ വെച്ചു പുലർത്തിയ രാഷ്ട്രീയ സാംസ്കാരിക സമീപനങ്ങളോട് ശക്തമായ പ്രതികരണങ്ങൾ സംഭവിച്ച ഒരു സ്ഥലകാല പശ്ചാത്തലത്തിൽ ജീവിച്ചിട്ടുണ്ട്. കൽക്കത്തയിലാണ് ആ സമയത്തൊക്കെ അദ്ദേഹം ജീവിക്കുന്നത്. രവിവർമ്മയുടെ കലാവ്യവഹാരങ്ങളിൽ ഇന്ത്യയുടെ സനാതനകാലവുമായി ബന്ധപ്പെട്ട നേരത്തെ പറഞ്ഞ ആൻഷ്യൻ്റ് ഒറിജിൻ സ്വപ്നബിംബങ്ങൾ മാത്രം നിറഞ്ഞത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ഉന്നയിക്കും. തിരുവിതാംകൂർ രാജകൊട്ടാരത്തിൽ ഒരു പാശ്ചാത്യ ചിത്രകാരന്റെ സ്വാധീനത്താൽ പോർട്രേറ്റ് ചിത്രകലയുടെ സാങ്കേതിക പദ്ധതി പഠിച്ചെടുത്ത രവിവർമ്മ ഹിന്ദു പുരാണങ്ങളുടെ ദൈവങ്ങളെയും ഇതിഹാസ കഥാപാത്രങ്ങളെയും വരയ്ക്കുന്നതിലാണ് കാര്യമായി ശ്രദ്ധിച്ചത്. പോർട്രേറ്റ് ചിത്രകലയുടെ സാങ്കേതിക ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഒരുതരം മിത്തോഗ്രാഫിക് ശരീര പുനഃസൃഷ്ടിയിൽ മാത്രമാണ് അദ്ദേഹം ശ്രദ്ധിച്ചത്. മഹാകവി ടാഗോർ പോലും രവിവർമ്മയുടെ ചിത്രകലയെ അവോളം പ്രകീർത്തിച്ചതായി നമുക്കറിയാം. 1857 ശിപ്പായി കലാപകാലത്ത് ഇളകിമറിഞ്ഞ കൽക്കത്തയുടെ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ തമോഗർത്തത്തെ, അങ്ങനെ തന്നെയാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്, ബ്ലാക്ക് ഹോൾ എന്നാണ്, കലയിലേക്ക് സംവഹിക്കാൻ രവിവർമ്മക്കായില്ല എന്നാണ് മുഖ്യ വിമർശനം. ബ്രിട്ടീഷുകാരുടെ അധീനത്തിൽ ഇന്ത്യ നേരിട്ട മിലിറ്ററി തോൽവിയുടെ നടുവിൽ പ്രസ്തുത സന്നിഹിത സന്ദർഭത്തിൽ, അല്ലെങ്കിൽ ആ കാലം അഭിമുഖീകരിച്ച ഇൻസ്റ്റന്റ് ആയിട്ടുള്ള വർത്തമാനത്തെ എന്നർത്ഥം, സന്നിഹിത സന്ദർഭത്തെ വരയിലേക്ക് ചേർത്തുകൊണ്ട് കാളിഘട്ട് ചിത്രന്മാർ നടത്തിയ മുന്നേറ്റങ്ങളൊന്നും രവിവർമ്മ ഉണ്ടായിരുന്നില്ല. ഇതാണ് മുഖ്യമായിട്ടുള്ള വിമർശനം. എന്തുകൊണ്ട് സംഭവിച്ചു ഇങ്ങനെയാണ്? ഭൂതകാലത്തിൻ്റെ ഭ്രമാത്മകമായ അമൂർത്തകാലം രവിവർമ്മയിലൂടെ ആധുനിക ചിത്രകലയുടെ ഘടനയെ നിർമ്മിച്ചപ്പോൾ ദേശീയവും പ്രാദേശികവുമായ ജീവത്തായ സാംസ്കാരിക പാരമ്പര്യങ്ങളുടെ തുടർച്ചയെ കലയിൽ നിലനിർത്താനാവാതെ ഭാരതീയ കലാഗണവും വിമർശന പാരമ്പര്യവും പിറകോട്ട് സഞ്ചരിച്ചു. ഇത് ഈ രണ്ട് ആർട്ടിസ്റ്റുകളെ, അല്ലെങ്കിൽ കലാവിമർശകരെ, ആർട്ടിസ്റ്റും കലാവിമർശകരും അവരെ ഉന്നയിച്ചുകൊള്ള. ഇനി മൂന്നാമത് വേറെ ഒരു പെയിന്റോളജിസ്റ്റുകളുടെ കാര്യം നമുക്കറിയാം. മാക്സ് മുള്ളർ മുതലുള്ള ഇൻഡോളജിസ്റ്റുകൾ ആണ് നമ്മുടെ ഉപനിഷത്തടക്കമുള്ള ഭാരതീയ വ്യവഹാരങ്ങളെ ആംഗലേയത്തിലേക്ക് പരിഭാഷപ്പെടുത്തിക്കൊണ്ട് പടിഞ്ഞാറിന് കൊടുക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ട് ഒരുപാട് സാഹിത്യ കലാകൃതികളും സംസ്കൃതത്തിൽ നിന്ന് ആംഗലേയത്തിലേക്ക് പരിഭാഷപ്പെടുന്നത്. അതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ടുള്ള ഒരു സന്ദർഭമാണ് പറയുന്നത്. പാശ്ചാത്യരായ ഇൻഡോളജിസ്റ്റുകളുടെ വേദോപനിഷത്തുകളുടെ പരിഭാഷ പിൽക്കാലത്ത് പലതരത്തിലുള്ള സാംസ്കാരിക വിമർശനങ്ങളും ഉണ്ടാക്കുകയുണ്ടായി. പരിഭാഷയുടെ വിക്ടോറിയൻ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന മൂലാനുസാരിത്വവാദം, അതിന് തിയറി ഓഫ് ഫെയ്ത്ത്ഫുൾ ട്രാൻസ്ലേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പരിഭാഷ കൊടുത്തിരിക്കുന്നത്, എന്ന തത്വത്തിലൂടെ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. കണ്ണാടി പരിഭാഷ ഈ സമ്പ്രദായത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി. മിറർ ട്രാൻസ്ലേഷൻ. പാശ്ചാത്യ കൃതികൾ ഇന്ത്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ മൂലപാഠത്തെയും ഭാഷയെയും മൂലസംസ്കാരത്തെയും ഒരു കണ്ണാടിയിൽ എന്ന പോലെ പ്രതിഫലിപ്പിക്കാൻ പറ്റണം എന്നതത്ര ഈ പരിഭാഷ തത്വത്തിൻ്റെ ആശയം. യൂറോ കേന്ദ്രിതമായ അധിനിവേശ രാഷ്ട്രീയത്തെ പരിഭാഷയിലൂടെ എപ്രകാരം ലക്ഷ്യം വെച്ചു എന്നുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പഠനങ്ങളിലൂടെ പുറത്ത് വന്നത്. അതേസമയം പൗരസ്ത്യ കൃതികൾ ആംഗലേയത്തിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ഇത്തരമൊരു നിഷ്കർഷ ഒരിക്കലും പാലിക്കപ്പെട്ടതുമില്ല. സംസ്കൃതം, അറബി, പേർഷ്യൻ തുടങ്ങിയ ക്ലാസിക് ഭാഷകളിൽ നിന്നുള്ള ആംഗലേയത്തിലേക്കുള്ള പരിഭാഷകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നു. ശാസ്ത്രീയവും ധൈഷണികവുമായ സാമൂഹ്യക്രമം ദീക്ഷിക്കുന്ന പരിഷ്കൃതരായ ജനത എന്ന അധികാരനാട്യത്തിൽ അധിനിവിഷ്ട പൗരസ്ത്യ ദേശങ്ങളെയും
അവിടുത്തെ സാംസ്കാരിക വ്യവഹാരങ്ങളെയും കണ്ണുമടച്ച് വിശ്വസിക്കുന്ന അപരിഷ്കൃതരായ സമൂഹങ്ങളുടേതായി കാണുന്ന ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ പാശ്ചാത്യർക്ക്, തീർച്ചയായും കൊളോണിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അഭിപ്രായം. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം, 1001 രാവുകൾ, അറബിക്കഥകൾ 1001 രാവുകൾ, ഒമർ ഖയ്യാമിന്റെ റുബായിയാത്ത് തുടങ്ങിയ കൃതികളുടെ ആംഗലേയ പരിഭാഷകളെക്കുറിച്ച് എണ്ണപ്പെട്ട വിമർശന പഠനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സനാതനവും നൂതനവും എന്ന മട്ടിൽ അധിനിവേശ സംസ്കാരം വേർതിരിച്ച് അടയാളപ്പെടുത്തിയ സാമൂഹ്യ മനഃശാസ്ത്രവും മുമ്പ് സൂചിപ്പിച്ച ഓർമ്മയുടെ വിനഷ്ടവും ഈ പരിഭാഷ സങ്കല്പങ്ങൾക്കിടയിൽ പുലർന്നു പോന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡിന്റെ റുബായിയാത്ത് തർജ്ജമയെക്കുറിച്ചും ശേഷം വില്യം ജോൺസന്റെ അഭിജ്ഞാന ശാകുന്തള പരിഭാഷയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഈ പ്രബന്ധം അവസാനിപ്പിക്കും. വില്യം ജോൺസന്റെ അഭിജ്ഞാന ശാകുന്തള പരിഭാഷ 1789 അതുണ്ടാകുന്നത്. എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡ് റുബായിയാത്ത് പരിഭാഷ 1859 അത് പുറത്തു വരുന്നത്. അത് എഡ്വേർഡ് ലെയിൻ്റെ അറബിക്കഥകളുടെ പരിഭാഷ തുടങ്ങിയവ ഇന്ത്യൻ പേർഷ്യൻ ഉപഭൂഖണ്ഡ സംസ്കാരങ്ങൾ ആദ്യമായി യൂറോപ്പ് തുറന്നു കണ്ട പരിഭാഷകൾ. അതുവരെ അവര് ഇവിടെ കലയും സാഹിത്യവും സംസ്കാരവും ഒന്നും ഇല്ല എന്ന് വിശ്വസിച്ച കൂട്ടത്തിലായിരുന്നു എന്ന് കൂടി വേണമെങ്കിൽ ഇതിനോട് കൂട്ടിച്ചേർക്കാം. ക്രിസ്തുവർഷം 8 മുതൽ 13-ാം ശതകം വരെ പേർഷ്യൻ ഉപഭൂഖണ്ഡത്തിൽ പടർന്നു പന്തിച്ച സൂഫിസത്തിന്റെയും ഇതര ശാസ്ത്രജ്ഞാന വ്യവഹാരങ്ങളുടെയും കാലത്തുണ്ടായ റുബായിയാത്ത് പോലുള്ളൊരു കൃതി യൂറോപ്യൻ എപ്പിക്യൂറിയനിസത്തിന്റെയും സുഖവാദ ചിന്തയുടെയും തത്വ പശ്ചാത്തലത്തിലേക്കാണ് പരിഭാഷപ്പെട്ടത്. ആരിലൂടെ? എഡ്വേർഡ് ഫിറ്റ്സ്ജെറാൾഡിലൂടെ. യൂറോപ്യൻ ഭാഷകൾക്കും സംസ്കാരത്തിനും അജ്ഞാതമോ അപ്രാപ്യമോ ആയ നിരവധി കാവ്യരൂപങ്ങളും വിമർശന സമ്പ്രദായങ്ങളും കോളനി കാലഘട്ടത്തിൽ നിയന്ത്രിക്കപ്പെടുകയോ തമസ്കരിക്കപ്പെടുകയോ ഉണ്ടായതായി ഇത്തരം പരിഭാഷകളെ മുൻനിർത്തി ആലോചിക്കാവുന്നതാണ്. ഫിറ്റ്സ്ജെറാൾഡിന്റെ റുബായിയാത്ത് പരിഭാഷയോട് ആൻഡ്രേ ലെഫെവർ ഉന്നയിക്കുന്ന മുഖ്യമായിട്ടുള്ള വിമർശനം ഞാനിവിടെ സൂചിപ്പിക്കുക. പേർഷ്യൻ അറബി കാവ്യ രൂപമായ ഖസീദ എന്ന കാവ്യരൂപത്തിന് ഇംഗ്ലീഷ് ഭാഷയിൽ സമശീർഷമായ മാതൃകകൾ ഇല്ലാത്തത് കാരണം റുബായിയാത്ത് പരിഭാഷ പ്രതിനിധീകരിച്ച രൂപവും സംസ്കാരവും മറ്റൊന്നായി മാറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതാണ് നേരത്തെ നമ്മൾ വളരെ മുമ്പേ പറഞ്ഞു. ഏത് ഭാഷയിലും വൈവിധ്യമാർന്ന തരത്തിലുള്ള കാവ്യ മീമാംസാ പദ്ധതികളും സാഹിത്യ ഗണരൂപങ്ങളും കലാരൂപങ്ങളും ഒക്കെ ഉണ്ടാവും. എങ്ങനെയാണ് ഇത്തരം പ്രൗഢാഖ്യാനങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രൗഢമായിട്ടുള്ള അധിനിവേശ സംസ്കാരത്തിലൂടെ, പ്രൗഢമെന്ന് നടിക്കുന്ന അധിനിവേശ സംസ്കാരത്തിലൂടെ ഇവയൊക്കെ ഒഴിഞ്ഞു പോകുന്നത് എന്നതിന് ഉദാഹരണമായിട്ട് ഇവയൊക്കെ കാണാവുന്നതാണ്. മാത്രമല്ല, റുബായിയാത്തിന് മലയാളത്തിൽ സിദ്ധിച്ചിട്ടുള്ള 12ഓളം പരിഭാഷകൾ പരിശോധിച്ചാൽ അറിയാം അവയൊക്കെ ഫിറ്റ്സ്ജെറാൾഡ് നിർമ്മിച്ച രൂപത്തെയും അർത്ഥത്തെയും അടിമുടി പിന്തുടർന്നവയാണ് എന്ന്. അത് ഏതാണ്ട് ശങ്കരക്കുറുപ്പിൻ്റെ വിലാസലഹരിയാണ് ആദ്യത്തെ പരിഭാഷ. 40കൾ തുടങ്ങി 80കൾ വരെ അതിന് 12ഓളം പരിഭാഷകൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആ പരിഭാഷകളൊക്കെ എടുത്തു നോക്കി നമുക്കറിയാൻ പറ്റും. ഇതൊക്കെ കൊളോണിയൽ മോഡലാണ്. കൃത്യമായിട്ട് ഫിറ്റ്സ്ജെറാൾഡിൻ്റെ മോഡലിനെ അതുപോലെ അനുവർത്തിക്കുകയാണ്, ഭാഷയിൽ അനുവർത്തിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രത്യയശാസ്ത്രം പോലും അങ്ങനെയാണ് നിൽക്കുന്നത്. സംസ്കൃതത്തിൽ നിന്നുള്ള ആദ്യത്തെ സാഹിത്യ പരിഭാഷ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വില്യം ജോൺസിന്റെ അഭിജ്ഞാന ശാകുന്തള പരിഭാഷ 1890 ഇത് പുറത്തു വരുന്നത്. അബോധപരമായി കൊളോണിയലിസ്റ്റുകളെ പ്രകാശിപ്പിക്കുന്ന ഒന്നാണെന്ന് ആഷിസ് നന്ദിയുടെ സ്ത്രീ പുരുഷ ബന്ധത്തെക്കുറിച്ചുള്ള
മെറ്റഫറിനെ അടിസ്ഥാനമാക്കി GN ഡേവി ചിന്തിക്കുന്നുണ്ട്. കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളത്തിൽ ഇതിവൃത്തത്തിനകത്ത് തന്നെ ഓർമ്മയുടെ വിസ്മൃതി, ലോസ് ഓഫ് മെമ്മറി എന്ന ഒരു ഘടകമുണ്ട്. ഇത്തരമൊരു കൃതി പരിഭാഷപ്പെടുത്താനായി വില്യം ജോൺസിനെ പ്രേരിപ്പിക്കുന്നത് ഈ ഒരു തത്വമായിരിക്കാം എന്ന് ഊഹിക്കുക മാത്രമല്ല, മൃച്ഛകടികം പോലെയുള്ള ഒരു നാടകം എന്തുകൊണ്ട് ആ കാലഘട്ടത്തിൽ പരിഭാഷയ്ക്ക് എടുക്കപ്പെട്ടില്ല എന്ന ചോദ്യം കൂടി ദേവി ചോദിക്കുന്നുണ്ട്. കാരണം മൃച്ഛകടികത്തിൽ സ്ത്രീ കഥാപാത്രം വളരെ ശക്തമായ കഥാപാത്രമാണ്. അവരുടേതായിട്ടൊരു കർത്തൃത്വത്തിൽ അകത്താണ് ആ നാടകം മുന്നോട്ട് പോകുന്നത്. അത് കോമഡി ആണെങ്കിൽ പോലും തൻ്റെ പരിഭാഷക്ക് വില്യം ജോൺസ് തൻ്റെ പരിഭാഷക്ക് ശാകുന്തള ഓർ ഫെയ്റ്റൽ റിംഗ് ആൻഡ് ഇന്ത്യൻ ഡ്രാമ എന്നാണ് പേര് നൽകുന്നത്. ആ പേരിൽ പോലും ഈ പറഞ്ഞ ഫെയ്റ്റൽ റിംഗ്, ആ ശീർഷകത്തിൻ്റെ അകത്ത് പോലും ഈ ഒരു ലോസ് ഓഫ് മെമ്മറി എന്നുള്ള പ്ലോട്ടിനെ കൂടുതൽ പ്രാമുഖീകരിക്കുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് എന്ന് പറയപ്പെടും. ശകുന്തള കണ്ണാശ്രമത്തിൽ നിന്ന് വിട പറഞ്ഞ് പോരുകയും രാജകൊട്ടാരത്തിൽ സ്വീകരിക്കപ്പെടാതെ തിരസ്കൃതയാവുകയും ചെയ്ത സന്ദിഗ്ധ സന്ദർഭത്തിന് കളമൊരുക്കിയത് ദുഷ്യന്തന്റെ മറവിയെ. കൃതിയുടെ ഇതിവൃത്തത്തിൽ തന്നെയുള്ള ഈ മറവിയെ ഡൽഹൌസി പ്രഭുവിൻ്റെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന രാഷ്ട്രീയ തത്വത്തോട് കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു ആലോചനയാണ് ഡേവിയിലൂടെ നമുക്ക് കിട്ടുന്നത്. ഇന്ത്യൻ രാജ്യ പിന്തുടർച്ച അവകാശത്തെക്കുറിച്ചുള്ള ഡൽഹൌസിയുടെ തത്വം ഇവിടെ പിന്തുടർച്ചയ്ക്കിടയിൽ പലപ്പോഴും സംഭവിക്കാറുള്ള ഗ്യാപ്പുകളെക്കുറിച്ചും പുതുതായി കൂട്ടിച്ചേർക്കപ്പെടുന്ന അനുവർത്തനങ്ങളെക്കുറിച്ചുമാണ് മുഖ്യമായിട്ടും ആലോചിക്കുന്നത്. അധികാര പിന്തുടർച്ചകളുടെ നൈരന്തര്യത്തിൽ സംഭവിക്കുന്ന അനുചിതമായ വഴക്കങ്ങളാണ് 1857 ശിപ്പായി മ്യൂട്ടിനിയുടെ കാലത്ത് ഇന്ത്യക്ക് കൊളോണിയൽ ശക്തികളോട് അടിയറവ് പറയേണ്ടി വന്നത് എന്ന തത്വം ഓർമ്മിക്കപ്പെടുന്നു. ദുഷ്യന്തന്റെ ഓർമ്മനഷ്ടത്തിലൂടെ ശകുന്തളക്കുണ്ടായ സ്വത്വനഷ്ടവും മാനഹാനിയും വേറെ. ഇത് ഈ നാടകവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെട്ട മറ്റ് ചർച്ചകളുടെ ഭാഗമാണെന്ന് പറയാം. റോമില താപ്പറൊക്കെ വളരെ വിശദമായിട്ട് ഈ നാടകത്തിലെ സ്ത്രീ സാന്നിധ്യത്തെയും ഒരു മധ്യവർഗ കുടുംബിനിക്കകത്ത് എങ്ങനെയാണ് കുടുംബിനി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് പാശ്ചാത്യ വിക്ടോറിയൻ മനോഭാവം ശകുന്തളയെ ഉൾപ്പെടുത്തി പുതിയ ഒരു തരം കൊളോണിയൽ ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ള ദീർഘപഠനങ്ങൾ താപ്പർ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഈ കൃതി തന്നെ അല്ലെങ്കിൽ അഭിജ്ഞാന ശാകുന്തളം തന്നെ 1859 1953 സർ മോണിയർ വില്യംസ് ശകുന്തള ഓർ ലോസ്റ്റ് റിംഗ് ആൻഡ് ഇന്ത്യൻ ഡ്രാമ എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം വിക്രമോർഷിയാണ് ആദ്യം പരിഭാഷപ്പെടുത്തിയതിന് ശേഷമാണ് ഈ അഭിജ്ഞാന ശാകുന്തളം. ഇത് ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. ഇങ്ങനെ ഇന്ത്യൻ കലാസാഹിത്യ വിമർശന പാരമ്പര്യത്തിനും ഇന്ത്യൻ ബുദ്ധിജീവികളുടെ വ്യവഹാര കർത്തൃത്വ പാരമ്പര്യത്തിലും വന്നുപെട്ട വിടവുകൾ ഓർമ്മയുടെ വിസ്മൃതി എന്ന തത്വത്തെ ലാക്കാക്കി വിലയിരുത്തുകയാണ് ഗണേഷ് ഡേവ് എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ചയ്ക്കായി ഈ പ്രബന്ധം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കും. നമസ്കാരം.